നമസ്കാരം. മമ്മൂക്കയുടെ പുതിയ സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ. അതെ, അതായത് MMMN. മമ്മൂക്ക, മോഹൻലാൽ, മഹേഷ് നാരായണൻ, MMMN. വേറെ ഉണ്ട്, ഫഹദ് ഫാസിലുണ്ട്, ചാക്കോച്ചനുണ്ട്. അതായത് മലയാളത്തിലെ മൾട്ടി സ്റ്റാർ ഫിലിമാണ്. ഇത് നായകനായിട്ട് വരുന്ന മമ്മൂക്കയാണ്. പക്ഷെ ലാലേട്ടൻ ക്യാമിയോ അല്ല, ഒരു പ്രധാന വേഷം വഹിക്കുന്നുണ്ട്. ഇദ്ദേഹം എനിക്കെന്തോ റെസ്ക്യൂ ടീമിന്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ SIT പോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിരിക്കും. ഇതിപ്പം വിദേശ രാജ്യങ്ങളിലാണ് ഇതിന്റെ ഷൂട്ട്. പല രാജ്യങ്ങളും ശ്രീലങ്ക ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞ് പിന്നീട് വേറെ ദുബൈയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. ശ്രീലങ്കയിലായിരുന്നു അതിന്റെ പൂജ. നവംബർ 19, 2020 ദുബൈയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഷൂട്ടായി കഴിഞ്ഞപ്പം കിഡിലിന്റെ ഒരു സാധനമാണ്. ഞാനത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു, അത് കണ്ടപ്പോഴാണ് ഞാൻ ഒന്ന് റിയാക്ട് ചെയ്യാൻ. കാരണം ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എങ്ങനെ പറയാം ഈ സാധനം ഇതാണ് സാധനം, എന്താണ് ഭീകർ ലുക്കായിട്ടുണ്ട്. എനിക്കൊന്ന് മമ്മൂക്കയുടെ മഹേഷ് നാരായണൻ പല സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ യൂസൂൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടേക്ക് ഓഫ് ആയിക്കോട്ടെ, മാലിക് ആയിക്കോട്ടെ, മാലിക് പോലത്തെ സിനിമകൾ ഇറക്കിയ സാധനമാണ്. സോ അദ്ദേഹത്തിന് ആ ഒരു സംഭവം അറിയാം. അത് ഇത്രയും വലിയ പിന്നെ സ്റ്റാർസിനെ ഒക്കെ വെച്ചുകൊണ്ട് ബിഗ് ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു സിനിമ, എനിക്ക് മമ്മൂട്ടി കമ്പനിയും ആശീർവാദം ഉണ്ടോന്ന് അറിയില്ല. ഇതിനകത്ത് കൊളാബ് ചെയ്താണെന്ന് തോന്നി ഈ സിനിമ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊരു ഭീകര സാധനം തന്നെയാണ്. അത് കൊള്ളാട്ടോ, അത് എനിക്ക് ഇഷ്ടപ്പെടുന്നു. എനിക്കിത് ഞാൻ പറഞ്ഞില്ല, ശ്രീലങ്കയിലെ ഏതോ റെസ്ക്യൂ ടീമോ സ്പെഷ്യൽ പോലത്തെ സംഭവമാണ്. മറ്റൊരു വിശേഷം എന്താ, പേര് പുറത്തോട്ടിട്ട് അല്ല, ടെൻഡേറ്റീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് MMM എന്ന് മാത്രമേ പറയുള്ളൂ. ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ സംവിധായകരോടൊപ്പം വീണ്ടും മമ്മൂക്ക. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്ക എപ്പോഴും പുതിയ ആളുകൾക്ക് ഒരു അവസരം കൊടുക്കുന്ന ഒരാളാണ്. അതുപോലെ ഇപ്പൊ എത്ര പേരായാലും, ഇപ്പം ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമകളൊക്കെ നമ്മൾ അതിശയിപ്പിച്ചിട്ടുള്ള ഇവര് ഈ ഡയറക്ടർ തന്നെയാണോ ചെയ്ത നമുക്ക് തോന്നുന്ന രീതിയിലുള്ള സിനിമ ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നിധി സഹദേ, പുള്ളിയുടെ ഒരു പുതിയ സിനിമ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടിനു പാപ്പച്ചന്റെ പടം ഈ മാസം അതിന്റെ ഷൂട്ട് തുടങ്ങും. അതെ, പിന്നെ ജിതിൻ കെ ജോസ് അത് വരുന്നുണ്ട്. പിന്നെ ബസൂക്ക എന്ന സിനിമ സംവിധാനം ചെയ്ത നമ്മുടെ ടിനോ ടെന്നീസ്. മതിയായില്ലല്ലേ ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗിലാണ് നമ്മളെല്ലാവരും. അതിന്റെ ഒരു ട്രെയിലർ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. ഫെബ്രുവരി 14 സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. എന്തായാലും ഡൊമിനിക്ക് വന്നു, അത് മമ്മൂട്ടി കമ്പനിയുടെ സിനിമയായിരുന്നു. അത് ആ രീതിയിൽ അങ്ങനെ അതങ്ങ് പോയി. പക്ഷെ ഇത് വെയിറ്റിംഗ് ആണ്, കാരണം അതെ. അപ്പൊ പുള്ളിയുടെ ഡയറക്ഷൻ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും രണ്ടാമത്തെ സിനിമയ്ക്ക് പുള്ളി ഡേറ്റ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. അപ്പൊ നമുക്ക് ടിനു പാപ്പച്ചന്റെയും കലൂർ ടെന്നീസിന്റെ മകനായിട്ടുള്ള ടിനോ ടെന്നീസിന്റെ ഒക്കെ ഈ പുതിയ സിനിമയ്ക്ക് വേണ്ടി വീണ്ടും മമ്മൂക്ക എന്ന് പറയുന്ന 73-കാരന്റെ ഒരു വിളയാട്ടം കാണാം. കാരണം അതും ഒരു പക്ക ആക്ഷൻ സീക്വൻസ്, കാരണം അതൊരു പല രാജ്യങ്ങളിലും അത് ഷൂട്ട് ചെയ്തിട്ട് എടുത്ത സിനിമ ആയതുകൊണ്ടാണ് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. ഈ പോസ്റ്റർ ഞാൻ ആ പോസ്റ്റ് ഞങ്ങളൊരു സിനിമ കണ്ടിട്ട് ഇറങ്ങായിരുന്നു, പൊന്മാൻ സിനിമ നല്ല സിനിമ, അടിപൊളി സിനിമ. നമ്മളോട് അതിന്റെ റിവ്യൂ എടുത്തിട്ടുണ്ട്. അന്യ സിനിമയാണ്, മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. ഇറങ്ങിയപ്പോഴാണ് ഈ പോസ്റ്റർ. അപ്പൊ പോസ്റ്റർ നമ്മളൊന്ന് റിയാക്ട് ചെയ്ത് കണ്ടിട്ട് പോകാൻ മമ്മൂക്ക ഹാറ്റ്സ് ഓഫ്. ഈ രീതിയിലൊക്കെ സാധനം ആളുകൾ ഇറക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ഒരു മലയാളി എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും ഫാൻ ബേസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പറയാം, ഒന്നുമില്ല. ഫാൻ ബേസ് അല്ല, ആ ഒരു മനുഷ്യന്റെ ഡെഡിക്കേഷൻ. ഇപ്പൊ പൃഥ്വിരാജ് പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം ഇതൊന്നും പണത്തിന് വേണ്ടിയല്ല മമ്മൂക്ക ചെയ്യുന്നത്, അത് ഒരു ജീവനാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട്, കാരണം 2024 നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവാർഡുകൾ പ്രഖ്യാപിച്ചായിരുന്നു. അതായത് മലയാള സിനിമയിൽ ഏതാണ്ട് 50 വർഷം തികയ്ക്കുകയാണ് നമുക്ക്. 6 സംസ്ഥാന അവാർഡ്, അതുപോലെ തന്നെ 3 ദേശീയ അവാർഡ്. ഇത്രയും പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് പത്മഭൂഷൺ അല്ലെ പത്മവിഭൂഷൺ പോലുള്ള അവാർഡുകൾ കൊടുക്കാത്തത്? പത്മഭൂഷൺ ആയിക്കോട്ടെ, പത്മവിഭൂഷൺ ആയിക്കോട്ടെ, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളത് അപ്ലൈ ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അതല്ലാതെ അവരെ നമ്മൾ തേടി വരുവല്ല, നമ്മൾ അപ്ലൈ ചെയ്യുക. ഞാൻ പറയാം, നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാത്തത് കൊണ്ടാണോ? അല്ല, സർക്കാർ അപ്ലൈ ചെയ്യുന്നില്ല, നമ്മളുടെ ഒരു ഇന്റിമേഷൻ കൊടുക്കണം. മേ ബി അതായിരിക്കാം. പക്ഷെ മമ്മൂക്ക് അങ്ങനെ ഒരു നിർബന്ധം കാണിച്ചിട്ടുണ്ടാവില്ല. പുള്ളി ഒരിക്കലും അവാർഡിന് വേണ്ടിയല്ല, ഇത് അർഹനാണെന്ന് മമ്മൂട്ടിയുടെ ആയിട്ടുള്ള ഇതിന്റെ കൂട്ടത്തിൽ എടുത്തിടാനായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പല മേഖലയിലും ഇപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഈ അവാർഡിനെ കുറിച്ചിട്ട് സംസാരിക്കും. കാരണം അതൊരു അംഗീകാരമാണ്, ഒരു കലാകാരന് കിട്ടേണ്ട ഒരു അംഗീകാരം. ഇത്രയും വർഷം ഈ ഇൻഡസ്ട്രി അപ്പൊ അത് അർഹിക്കുന്നവർക്ക് അത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കന്നഡ നടനായിട്ടുള്ള ബാലയ്യ, നമ്മൾ ആഗ്രഹിക്കുന്നു മമ്മൂക്കയ്ക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടണം. നമുക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. അത് മമ്മൂക്കയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാം. എന്തായാലും മഹേഷ് നാരായണന്റെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട വെയിറ്റിംഗ് ആണ്. കാരണം ഇത് തിയേറ്റർ പൂരപ്പുറമ്പാക്കും. കാരണം ഇതിനകത്ത്
അതിനകത്ത് എല്ലാവരും ഉണ്ടല്ലോ. ലാലേട്ടന ഫാൻസ് ആയിക്കോട്ടെ, മമ്മൂട്ടി ഫാൻസിനായിക്കോട്ടെ, അവർ വലിയൊരു ആഘോഷമാക്കി തീർക്കാൻ പോകുന്ന ഒരു വമ്പൻ സിനിമ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയമില്ല. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ നമ്മുടെ L2 മമ്മൂക്ക ഒരു ചെറിയ സംഭവം വരുന്നുണ്ട് എന്നുള്ളൊരു സാധനം മോനെ മാരാര് പോലത്തെ സാധനം 25 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പൃഥ്വിരാജ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീന മമ്മൂക്ക കൊടുക്കുന്നു. അത്രേ ഉള്ളൂ അല്ലേ? കാരണം പല പ്രാവശ്യം പൃഥ്വിരാജിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് മമ്മൂക്ക വെച്ചൊരു സിനിമ എടുക്കും. അത് പൃഥ്വിരാജ് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ആ മനുഷ്യനെ വെച്ചൊരു സിനിമ എടുക്കണമെങ്കിൽ അതുപോലത്തെ ഒരു സാധനം മാരാർ ഇപ്പോഴും മറന്നിട്ടില്ല ആളുകള്. 25 വർഷങ്ങൾക്ക് മുമ്പ് മാരാറിന് ഇതുവരെ മാരാറിന്റെ ലെവൽ അത് വേറെ. അല്ല, അതാ പറഞ്ഞത്. അപ്പൊ ആ ഒരു സാധനം അതിനപ്പുറം ഒരു സാധനം കൊടുക്കണം. നമ്മള് ശരിക്കും പ്രതീക്ഷിച്ചു ആ മാരാരെന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ വീണ്ടും ചിലപ്പോ ഷാജി കൈലാസ് സിനിമ അയ്യോ ശരി ശരി. കാരണം അതിനൊരു സാധനം ഉണ്ട്. കാരണം അതിന് വേണമെങ്കിൽ പറ്റുന്ന ഒരു സാധനം ഒരു പ്രീക്വൽ ആയിട്ട് വേണേൽ അതിനൊരു കഥയാക്കി. അപ്പൊ എന്താണെങ്കിലും മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് സിനിമകളുടെ അപ്ഡേഷനായിട്ടാണ് നമ്മളിന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. L2 മമ്മൂക്ക ഉണ്ടോ, ഇനിയിപ്പോ നമ്മുടെ MMM വേറെ സിനിമയുടെ പേര് എന്തായിരിക്കും എന്നൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.